അച്ഛൻ ആ പോലീസുകാരനെ തള്ളിയിട്ട് അപ്പ SI അച്ഛന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അപ്പൊ അച്ഛന് ദേഷ്യം വന്നു. അയ്യോ ഞാനൊക്കെ പേടിച്ചുപോയി. അച്ഛന് ദേഷ്യം വന്ന പോലീസാണോ പട്ടാളമാണോ നോക്കിക്കളയത്തില്ല, അടിച്ച് കേറ്റിക്കളെ. അയ്യോ അങ്ങനെ ആവുമായിരുന്നെങ്കിൽ അച്ഛന്റെ കേസ് സീരിയസ് ആയാനെ. റൊമാൻറ്റിക്ക് നല്ല വിഷമായി. റൊമാൻറ്റിക് കാരണമാണ് ഇതൊക്കെ ഉണ്ടായേ. അതാ ഞാൻ ഇവിടെ ഒരാഴ്ച ഇല്ലാണ്ടപ്പോ എന്തൊക്കെയാ നടക്കണത്. ഞാൻ ചെന്നൈയിൽ പോയാലുണ്ടല്ലോ, സത്യം പറഞ്ഞ എന്റെ മനസ്സൊക്കെ ഇവിടത്തെ കാര്യങ്ങളാ. എനിക്ക് വേറെ ആരാലോചിച്ച ഒരു പേടിയില്ല, അച്ഛൻ ആലോചിക്കുമ്പോഴാ. എടാ നീ ഇടയ്ക്ക് ചെന്നൈക്കൊന്നും പോകത്തില്ലല്ലോ അല്ലേ? അത് പറയാൻ പറ്റില്ല. ചെന്നൈയിൽ എപ്പോ വിളിയൊന്നും ഞാൻ ഇപ്പൊ പറക്കും. അത്ര ഇമ്പോർട്ടന്റ് എനിക്ക് കാര്യം. എന്താ വെച്ചാ എന്തൊക്കെ പുതിയ ന്യൂസ് ഒക്കെ കേട്ടല്ല? നിനക്ക് ചെന്നൈന്ന് വിളി വന്ന് നീ ചെന്നൈ തന്നെ സ്ഥിരതാമസമാക്കൂടെ? അച്ഛനമ്മയൊക്കെ ഉപേക്ഷിച്ച് പോകൂ? എന്തോന്ന് വെച്ചാ അതൊക്കെ ഈ ജന്മത്തിൽ നടക്കും. വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രാവിലെ അടി കൂടാടാ. തല്ലാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ഇവൻ വന്ന് കേറിയില്ല, അതിന് മുമ്പ് വീട്ടില് സമാധാനം പോയി. നമുക്ക് അടുക്കള വെച്ചാ അതെ, എനിക്ക് എന്റെ മോന് ചായ എടുത്തു. അവന് ചെന്നൈയില് പല നാട്ടുകാരുടെ മത്സരിച്ച് തളർന്ന അവസ്ഥനായിട്ട് വന്നിരിക്കുന്നു. കാവിലെ പാട്ട് മത്സരത്തിൽ ജയിക്കുവോ? പാടുന്നു. മൾട്ടി ടാലന്റ്. ഡാഡി മാത്രം വിളിച്ചു. കട്ടൻ ചായ വേണം, പാൽ ചായ വേണം? എനിക്ക് കട്ടൻ ചായ. എനിക്ക് പാൽ ചായ മതി. പാലില്ലടാ. പിന്നെ എന്തിനു ചോദിച്ചത്? പാൽ ചായ കട്ടൻ ചായ വേണം ചോദിച്ചൂടെ? എന്താണ് വിഭവങ്ങൾ? എന്തൊക്കെയാണ് വിഭവങ്ങൾ? ഇന്ന് വെജാണ്. വെജാണ് ബാലു. എടി ചെന്നൈയിൽ ആരൊന്നും കഴിക്കാതാണ്ട ചെറുക്കൻ മുരിങ്ങ കോലുപോലായി. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിക്കൊറേ. അത് ശരിയാ ചേച്ചി. ഇന്ന് വ്യാഴാഴ്ച, വ്രതം അറിയാലോ. നീ വ്രതമായോണ്ട് നമ്മളെന്തോന്ന് പട്ടിണി കിടക്കണോ? ഞാൻ വിചാരിച്ചത് ഞാൻ വ്രതം എടുക്കുമ്പോ എല്ലാരും എന്റെ ഒപ്പം നിക്കുമെന്നാണ്. ചേച്ചി വ്രതം എടുക്കുമ്പോ കൂടെ നിക്കണ്ടേ? അതല്ലേ എന്റെ ശരി. ഡേയ് നമുക്ക് പുറത്തു പോയി നല്ല പൊറോട്ടയും ചിക്കൻ ചാപ്സും മട്ടൻ ലിവറും കഴിക്കണം. പുറത്തു പോയി ഇങ്ങനെ വേണം. ഒരു നല്ല ഭർത്താവ് ഇങ്ങനെ തന്നെ വേണം. ഭാര്യയ്ക്ക് വ്രതം ആകുമ്പോ പുറത്തു പോയി കഴിച്ചോണം. നല്ല ഭർത്താവ് ചെയ്യേണ്ട രീതിയാണോ ചേട്ടാ അത്? തന്നെ. അവള് വ്രതം എടുക്കുമ്പോ നമ്മൾ പച്ചക്കറി മാത്രമേ കഴിക്കാവൂ. അതും ശരിയാണല്ലോ. അവസാനം നീ ആരൊപ്പം നിൽക്കും ശരിയെന്നും പറഞ്ഞ്? കുറെ നേരം ശരിയാണ് മാറി നിൽക്കുകയാണ് അവള്. ഉള്ളത് പറയാലോ, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയല്ല. ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞ് ഊതി വീർപ്പിച്ച് ഇതെന്താ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും, കൺട്രോൾ പോവും. എനിക്ക് വയ്യ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കാൻ. ഞാൻ പോകത്തുണി അലക്കാൻ. നമ്മളെ ആര്യനാടുള്ള രമയല്ലേ? അതിന് ഞാൻ ആലോചിച്ചേ. ദേഷ്യപ്പെടുന്നു. ചവിട്ടിക്കഴിഞ്ഞ് ഏത് പാമ്പ് തിരിച്ചു കൊത്തുവെച്ചാ? പാമ്പായിരുന്ന? ഞാൻ വിചാരിച്ചു നീക്കോലി ആയിരിക്കും. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അപ്പൊ പാമ്പിനാണ് പാല് കൊടുക്കണല്ലേ? ശരിയായി കൊടുക്കാം. നീ ചായ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങ് ടേബിളിലോട്ട്. കൽപ്പിക്കണ്ട നീ. അച്ഛൻ കൽപ്പിച്ചോടാ, നീ കൽപ്പിക്കണ്ട കേട്ടാ. കം ടു ദ ടേബിൾ. എടാ ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാണ്? കുറച്ചു നേരം മുമ്പല്ലേ ഓർണിംഗ് കയറ്റിയേ? കഴിഞ്ഞു. ഇത് പുതിയ ട്രിപ്പാണ്. നിങ്ങനെ ട്രിപ്പ് അടിച്ച് കയറ്റിയ കാരണമാണ് നമ്മുടെ ഊട്ടി ടൂർ ക്യാൻസൽ ആയേട്ടാ. എനിക്കന്ന് വന്ന ദേഷ്യം. ഹോസ്പിറ്റലിൽ വന്നിട്ട് 2 എണ്ണം തരണമെന്ന് ഞാൻ വിചാരിച്ചു. സോറി. എന്തൊക്കെ അറിഞ്ഞാലും ഞാൻ എന്റെ ഡാൻസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കുന്ന ഉറപ്പാ. എന്നിട്ടാണ് എന്റെ ഫാമിലിയൊക്കെ ആയിട്ട് ചെന്നൈയിലോട്ട് പോക്ക് പോവാൻ. പിന്നെ കിഡ്ലൻ സിറ്റി നല്ല വലിയ സിറ്റിയാണത്. നമുക്ക് എന്തായാലും പോവാട്ടാ. കേശു, നീ അലീന ഫ്രാൻസിന്റെ അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല അല്ലടി, വേറെ നമ്പർ പറഞ്ഞില്ലേ? വേറെ നമ്പറാന്ന്. ഞാൻ പറയാം. അന്ന് എക്സാമിന് അലീന ഫ്രാൻസിന്റെ അമ്മ അവിടെ വന്നു. ഏത് എക്സാമിന് വന്നു? ലാസ്റ്റ് ഫൈനൽ എക്സാമില് അലീന ഫ്രാൻസിന്റെ അമ്മ ഇറക്കിട്ട് പറയാം സ്കൂളിൽ വന്നു. അന്ന് ഞാനും അലീന ഫ്രാൻസിന്റെ അമ്മയും കൂടെ ഒന്ന് കണ്ടുമുട്ടി. അലീന ഫ്രാൻസിന്റെ അമ്മ എന്റെ നോക്കി ഒരു ചിരി ചിരിച്ചു. ഞാനാണെങ്കിൽ ചിരിക്കണ്ട എന്ന് വെച്ചതാ. എന്തോ ചെയ്യാൻ, ചിരിച്ചു പോയി.
അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എന്തോ പ്രശ്നത്തിന് കാരണം? അപ്പോ ആന്റി ഒന്ന് ചോദിച്ചു അമ്മ എവിടെയെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന്. അപ്പോ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അലീനയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന്. ഞാനെന്തോ ചെയ്യാൻ, അബദ്ധം പറ്റി പോയടി. പിന്നെ അവര് വരുവോ ഇല്ലേന്നറിയാനാണ് ഞാനൊരു മിസ് കോൾ അടിച്ചത്. അപ്പൊ അലീന ഫ്രാൻസിനെ വീട്ടിൽ കൊണ്ടുവരാനാണ് നിന്റെ പ്ലാൻ അല്ലേ? എന്താ ഇത്? എനിക്ക് പറഞ്ഞുകൂടെ എന്താണെന്ന്. എന്ത് മോള് ശിവ നല്ല കുട്ടിയല്ലേ, വഴക്കുണ്ടാക്കല്ലേ കേട്ടോ. ഇവിടെ ആരും ശിവനൊന്നും പറയണ്ട. അല്ല, ആരെ വിളിച്ചാരും പറഞ്ഞേ? നീ ആരെ വിളിച്ചേ? അലീന ഫ്രാൻസിന്റെ അമ്മ. എന്റെ അമ്മ യോനാ. ഞാൻ വിളിച്ചല്ല. കേശു ഇങ്ങ് വന്നേ. ആന്റി പറയണ കേക്കില്ലേ? കെട്ടിപ്പിടിച്ചേ, ഒരു ഉമ്മ കൊടുത്തേ. ആ, വഴക്ക് മാറിയല്ലോ. ആ മാറി. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പാന്റ് ഉള്ള കാരണം നീ രക്ഷപ്പെട്ടു. ഇനി മേലെ നീ എന്നെ ഫ്രാൻസിസ് ആയിട്ട് നീ വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താ എന്നെ തനി സ്വഭാവം എനിക്കറിയാലോ. ഇവിടെ വെക്കേഷനാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയ കേട്ടല്ല, തീർത്തോളാം ഞാൻ അതിനെ. ആ, നിങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കണം എപ്പോഴും. പാടിയോടത് നീയാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കണത്. ഇതാണ് ഇവിടത്തെ കുഴപ്പം. എന്ത് പറഞ്ഞാലും വയലന്റ് ആവുക. നമുക്കൊന്ന് റിലാക്സ് ആവണ്ടേ ഏട്ടാ? അതെന്തായാലും വേണം ആന്റി. നമുക്കൊരു യാത്ര പോയാലോ? എന്ത് പറയണേ ചേച്ചി? എന്റെ ആന്റി, യാത്രയാണ് ഈ വീട്ടിലെ ശാപം. ഏതെങ്കിലും യാത്ര ഇറങ്ങാൻ പോകുമ്പോ ഒരു തടസ്സം. അത്തൈന് കയറി ബാത്റൂമിൽ ഇരിക്കുക. എപ്പോ യാത്ര വന്നാലും കയറി. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും ആലോചിക്കും, ഒരു 2 ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. 2 ദിവസത്തേനല്ലേ? അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും, അത് മുടങ്ങുകയും ചെയ്യും. നാളെ തന്നെ നാളെ പോവാം. ഇപ്പൊ പോവാം. എവിടെ പോവാ? പോവാ. നിങ്ങളല്ലേ തീരുമാനിക്കണല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കും. എവിടെ പോണെന്ന് എല്ലാവരും ആലോചിക്കും, ഞാനും ആലോചിക്കാം. വാ, നമുക്ക് ആലോചിക്കാം. എവിടെ പോവും? എവിടെയെങ്കിലും പോ, ഞാനും ആലോചിക്കാം. ആ, വാ. ഞാൻ നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം. ഞാൻ വേണ്ട. വേണ്ട, എന്നാ നമുക്ക് ആലോചിക്കാം. പോ. കളിക്കാം. 2 ദിവസത്തേക്കല്ലേ? വെള്ളം കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. ആ കൂടി 2 ദിവസമല്ലേ ഉള്ളൂ. പോടാ അവിടുന്ന്. എന്നുവെച്ചാ ഇവളെന്നെ എടാ പോടാന്നൊക്കെ വിളിക്കണ്ടേട്ടാ. പോടാ. ഇവൾക്ക് നല്ല കീറ് വെച്ച് കൊടുക്കേ. ലാസ്റ്റ് പെണ്ണിനെ തല്ലി മറ്റേതാ മറിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നുമായിരുന്നു. അച്ഛാ, അച്ഛൻ എന്താ ഒരു കാലത്തില്ലാത്ത ഇത്ര ഗൗരവം പിടിച്ച വർക്ക്? ടൂർ പോണെന്ന് ആലോചിച്ചാ? ആ, ഇടീ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന, പക്ഷെ എന്നാലും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം എവിടെ പോണം ഒന്നും പിടികിട്ടുന്നില്ല. നമുക്ക് കോയമ്പത്തൂർ പോയത്. കോയമ്പത്തൂർ എന്തിന്? എഞ്ചിനെ അത് പോണ വഴിയിൽ നമുക്ക് മേട്ടപ്പാളയത്ത് ഇറങ്ങി ബ്ലാക്ക് തണ്ടറിൽ കയറി ഒന്ന് കുളിച്ചിട്ട് അതുവഴി കോയമ്പത്തൂർ വന്ന് അച്ഛന് കുറെ സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ പിന്നെ ഊട്ടി പോണില്ലല്ലോ. പോച്ചാന്ന് അവിടെ ഊട്ടി പോണാ? അപ്പൊ 2 ദിവസം കഴിഞ്ഞ് വന്നുവിടാ. കോയമ്പത്തൂർ പോണോ അത്ര? ഞാൻ പറയട്ടെ? ഞാൻ എൻ്റെ പറവേ ഉള്ളൂ. ആ പറ. ഗുരുവായൂരോ? ഗുരുവായൂരാ? ആ, നമ്മൾ 2 ദിവസത്തെ, അതായത് ഒരു ദിവസം ചെല്ലുന്നു, അവിടെ നിൽക്കണു, പിറ്റേ ദിവസം തൊഴണു, തിരിച്ചു പോരണു. അമ്മേ, അമ്പലത്തിൽ പോണൊക്കെ നല്ലതാണ്, പക്ഷെ ഇപ്പൊ ഒരു പിക്നിക് മുന്നുള്ള യാത്രയാണ് ആവശ്യം. ഞാൻ അടി പറയട്ടെ, നമുക്ക് ഫ്ലൈറ്റിൽ കയറി ഡൽഹി, മുംബൈ, ചെന്നൈ എന്ന് പറഞ്ഞ ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ചുമ്മാ ചെന്ന് ഇറങ്ങിയിട്ട് നിനക്ക് എന്ത് പ്രാന്താ? എന്നാ പിന്നെ നീ പറയടി. ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. അമ്മ നമുക്ക് ടൂർ 4 days ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്താലോ? അത് പറ്റില്ല. 2 ദിവസം 4 ദിവസമൊക്കെ എൻ്റെ ബഡ്ജറ്റ് കൂടും. എന്നാ ഞാൻ പറയട്ടെ? ആ മതി പറ. നമുക്ക് കുട്ടനാട് പോയാലോ? നൈസ് ഐഡിയ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, കായല്, പിന്നെ നമുക്ക് ഹൗസ് ബോട്ടിലും കയറാം. ഹൗസ്ബോട്ടില്ല? ഹൗസ് ബോട്ട് എന്തായാലും ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. ഞാനും കയറിയിട്ടില്ല. ഞാനും കയറിയിട്ടില്ല. തീയെ കയറിയിട്ടില്ല. ആന്റി കൈയോട്. സൂപ്പർ ഐഡിയ. കണ്ടുകടി. സൂപ്പർ ഐഡിയ. നമുക്കൊരു ദിവസം ഹൗസ് ബോട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം കായൽക്കരയെ ചുറ്റിക്കറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. ഈ കായൽക്കര നല്ല വെയിലായിരിക്കില്ലേ ആന്റി? അതിപ്പോ എന്ത് ചെയ്യും? വെയിലും കൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് വലിയൊരു പിക്നിക് കൂടെ മേടിക്കാം. അതെന്റെ ഫ്രണ്ടിന്റെ ഞാൻ പോയി എടുത്തിട്ട്. അപ്പൊ നീ പോയി എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വാടേ, പെട്ടെന്ന് വാടേ, നമുക്ക് പോവാം. പോട്ടെ. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. ബോട്ട് വിളിച്ച് ബുക്ക് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അടേ നീ ബുക്ക് ചെയ്യ്. ഞാൻ ബുക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ പോയിട്ട് വരാം. അതെ, പൈസ വല്ലതും എടുക്കാനുണ്ടോ പോണ വഴിക്ക്? പിന്നെ എടുക്കാണ്ട്. എന്നാ ഏറ്റവും കാർഡ് ഞാൻ പോയിട്ട് പറഞ്ഞ വഴിക്ക് എടുക്കാം. വാ, നീലു എത്ര രൂപ എടുക്കോടി? നീ വാടാ. കണ്ടാ പൈസ വെച്ചപ്പോ അവള് പോണു. ഞാൻ പറഞ്ഞില്ലടാ പോടാ. അച്ഛൻ പിണങ്ങല്ലേ?
അച്ഛൻ കുറച്ച് പൈസ കരുതി വെച്ചോ. അങ്ങനെയാണെങ്കിൽ അവിടെ പോകുമ്പോ ഫുഡിനൊക്കെ നല്ല ബഡ്ജറ്റ് ആവും. എന്റെ അമ്മ എവിടെ ലച്ചു വാ നീ സംസാരത്തിന്റെ ഇടയല്ലേ നീ അവൻ്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു നിനക്കെന്താ പ്രാന്താണെന്ന് ആ വാക്കിന് ഇവിടെ ഉപയോഗിച്ചോ ഇല്ലേട്ടാ പ്രാന്തെന്നുള്ള ഓ ഏത് സമയം വന്ന് കയറുമെന്ന് പറയാൻ പറ്റും. എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട് കുട്ടനാട്. ചെറുതിലെ പോയിട്ടുള്ള വലുതായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല. പക്ഷെ എന്ത് ഭംഗിയാന്നറിയാമോ, എന്തോരം പാടമാണ്. കക്ഷിയുടെ വീടും ബന്ധുക്കളൊക്കെ അവിടെ തന്നെയാ. കക്ഷിയാ? ഓ രമയുടെ ഹസ്ബൻഡ് അല്ലേ? ഓ പുള്ളിയുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണോ? അവിടെ തന്നെ. നിന്റെ ഭർത്താവിന്റെ ബന്ധുക്കളൊക്കെ കുട്ടനാടാണ്. അതെ. എന്നിട്ട് എന്തേടി ഇതുവരെ ആരും അടിച്ചു വന്ന് കാര്യം താക്കാത്തവന്? താത്ത ഈ മീനൊക്കെ ചത്തു പൊങ്ങുമല്ലേ? ബാലു മറ്റേ ബോട്ടിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നോ? ഞാൻ ബാസിയെ വിളിച്ചിരുന്നു. അവൻ പരിചയമുള്ള ഒരു ബോട്ടുകാരൻ്റെ നമ്പർ വന്നു. ഞാൻ വിളിച്ച് ഒരു ദിവസം 10,000 രൂപ ആവും. പിന്നെ ആളെണ്ണം കൂടി റേറ്റ് വ്യത്യാസം വരും. 10,000 രൂപ അല്ലേ? അപ്പോൾ ഒരു 20,000 രൂപ വേണമെങ്കിൽ പിടിച്ചു നിർത്തണം. ആരെ? എമൗണ്ടേ. നിങ്ങൾ എത്ര വരും? തുടങ്ങി അവൾ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ഞാൻ പോടുന്നു. ആ മുങ്ങലേ അവിടെ നിൽക്ക്. ഇല്ല ബോട്ടിലല്ലേ പോണേ മുങ്ങൂല. ഓഹോ തമാശ തമാശ. നീ നിന്റെ കയ്യിലുള്ള മാക്സിമം ഇട്. എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ തരാം. ആ നിങ്ങളുടെ കയ്യിലുള്ള തരും. പോണ വഴിക്ക് വല്ല നേർച്ചയിടാൻ മാത്രം ഉണ്ടാവുള്ളൂ അമ്പലത്തില്. അത്രയല്ലേ തരുള്ളൂ. ചൂടാവല്ലേ. കാരണം നമ്മൾ ഈ പോണ എന്തിനാണ് നമ്മൾ പിക്നിക്കിന് പോണേ? റിലാക്സ് ആവാൻ. അപ്പം നമ്മളെ മൈൻഡ് ഇപ്പോഴേ നമ്മൾ റിലാക്സ് ആക്കണം കേട്ടാ. ഞാൻ ആ ബോട്ടുകാരനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. ഇല്ല 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 നീയൊക്കെ എന്നെ ചേട്ടാന്ന് വിളിക്കാണ്ട് ഞാൻ തരത്തില്ല. എന്തോന്നത് കണ്ണ് കണ്ട സംഭവം കണ്ട? ഇല്ല ഞാൻ തരില്ല. നീയൊക്കെ എന്നെ ചേട്ടാന്ന് വിളിക്കാണ്ട് ഞാൻ തരത്തില്ല. ചേട്ടോ അയ്യോ എന്റെ സ്നേഹം. എന്റെ തലയെ കൊണ്ടുപോകും. ഇവിടെ കുത്തടി. മാറിക്കേ മാറി മാറി അവിടെ മാറി മാറി. അമ്മേ രമാൻഡി മാറു 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 മാറൂ. മറു മറു എല്ലാരും വഴി മറു. ഓ മറ കൊള്ളാലോ. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. വേറെ ഐറ്റമുണ്ട്. ഇതെവിടൊന്ന് പിടിച്ചു മാറ്റി. നീ മാറി ഇങ്ങോട്ട്. മാറുമോ ഇരിക്ക്. അച്ഛനെവിടെ? ആച്ചായ എന്താ പാടുത്? അല്ല കൊടടാ എത്ര കൊടുത്തടാ? ഫ്രീ. എന്റെ ഫ്രണ്ടിന്റെ അല്ലേ? ഫ്രീയാ? അങ്ങനെ നമ്മള് കുട്ടനാടെത്തി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. എന്റെ ദൈവമേ എനിക്ക് വയ്യ സത്യം പറയാൻ. കുട്ടികളെക്കാൾ കൂട്ടിത്തം പിടിച്ചൊരു കെട്ടിയനാണല്ലോ എനിക്ക് കിട്ടിയത്. എന്നാ കുട്ടികൾ കുറെ ആയില്ലേ? നാളില്ലല്ലോ പിള്ളേർ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയണേ. നിന്റെ മുഖം വല്ലാതിരിക്കണേ. നീ വിഷമിക്കൊന്നും വേണ്ട. ഇതിൽ നിന്ന് 3 എടുത്തോണ്ട് പോ. പൈസ തരണ്ട കേട്ടാ. എന്തൊക്കെയാണ് പറയണത്? ഇരിക്കേ സന്തോഷിക്കരമേ. അല്ല ഫ്രൂട്ട്സ് എവിടെ? പൈസയൊക്കെ സൂക്ഷിച്ചോണേ. വെറുതെ കൈവിട്ട് ചെലവായിക്കളയല്ലേ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പൈസ സൂക്ഷിച്ച് ചെലവാക്കണമെന്ന്. എന്റെ ക്യാഷ് ആകുമ്പോഴേ നിങ്ങക്ക് ചെലവാക്കുന്നതിന് കണക്കൊന്നും ഉണ്ടാവില്ല. എന്തടി എന്റെ കാശ് നിന്റെ കാശ് അതെന്താ? നമ്മളൊന്നല്ലേ? ഞാൻ അങ്ങനെ ചെലവാക്കിയൊന്നുമില്ല. ഞാൻ സൂക്ഷിച്ച ചെലവാക്കൂ. പിടിച്ച ചെലവാക്കൂ. പിടിക്കും. ഭാവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ഗൃഹനാഥനാണ്. പക്ഷേ അടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കുട്ടിക്കളിയാണ് എല്ലാം. ഞാനൊരു കാര്യം പറയാം. എന്താ? നീ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ കുട്ടിക്കളി എന്ന് പറയണം. പിള്ളേരെ മുമ്പ് വെച്ച് പറയല്ലേ. അവർ കേൾക്കും. നീ എന്നെ കൊച്ചാക്കല്ലേ. അവർക്കൊന്നും മനസ്സിലാവാത്ത പോലെ. എന്താണ് ഇത്? ഈ പാതിരാത്രിക്ക് ഇങ്ങനെ കഴിച്ചോണ്ട് നടക്ക? വയറോനെ എടുക്കൂട്ടാ. അമ്മ നാളെ രാവിലെ എപ്പോഴാ പോകുന്നേ? 5 മണിക്ക് എണീക്കോ? എണീക്കാം. ആ എണീക്കണം. ഒരു 6-6:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. മാക്സിമം 7 മണി. അതിന് മുമ്പേ പോണം. ഡേയ് ഇത് നാളെ കൊണ്ടുള്ള ആപ്പിളല്ലേ? നിന്ന് കൂടാ. ഇല്ല ഞാൻ 2 എടുത്തുള്ളൂ. ഇനി എടുക്കത്തില്ല. എടുത്തുള്ളൂ. ഇനി എടുക്കത്തില്ല. ഇത് ആരുടെ ചോദിച്ചോണ്ട് എടുത്തേ?
ചിരിക്കണ എന്താ ചിരിക്കണ നീ? ഞാൻ അതിന് വഴക്ക് പറയണ്ട. എന്ത് വഴക്ക് പറയണ? എടാ പോ, ബാക്കി കൊണ്ടുവച്ചിട്ട് പോ. ബെസ്റ്റ്. അല്ല ഇത് കൊതിയാവണോ? എനിക്കൊന്നും കൊതിയാവണില്ല, അറപ്പാവണ് ഇങ്ങനെ കഴിക്കാൻ കണ്ടിട്ട്. അമ്മേ, ആ ഫാൻ ഇട്ടേക്കേ. നാളെ ദിവസം ടൂർ പോകുമ്പോഴാണ് എല്ലാം എടുത്ത് വെച്ചാരമ്മേ. ആ എല്ലാം എടുത്തു വെച്ചു ചേച്ചി. ഇതേ ആ ബാസ്ക്കറ്റിനകത്ത് വെച്ചേക്ക്. ആ ഞാൻ ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തേ. ആ കേശു, ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കരുത്, കൊണ്ടുപോകാനുള്ളതാണ്. ആ അമ്മേ, എന്റെ ഡ്രസ് എടുത്തായിരുന്നോ? എന്തോ? വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. ആ ഇതിവിടെ അതിനകത്ത് വെച്ചേക്കെ. ആ അച്ഛാ, ആ. ഹൗസ് ബോട്ടുകാരനെ വിളിച്ചാ? ആ വിളിക്കണേ. ആ കേശു എല്ലാം വെച്ചാ? ഏ ആ അതെ വെച്ചോണ്ടിരിക്കണം. കാറ് വന്നു കേട്ടോ. കാറ് ദേ രമയുടെ ഫോണല്ലേ റിങ് ചെയ്യണേ? റൊമാൻഡിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ആര്? അത് അയാളാ. അത് പോട്ടെ. ഇത് പിന്നെ റിങ് ചെയ്യണം. പിന്നെ റിങ് ചെയ്യുന്നു. എടുക്കരമ്മേ, എടുക്ക്. എടുത്തു നോക്ക്, അല്ലെങ്കിൽ അവനെ കെട്ടിയെടുത്തോണ്ട് എനിക്ക് വരും. എടുത്തു നോക്ക്. അച്ഛൻ്റെ ഹലോ. ആ പറ. പറഞ്ഞു, ഇവിടെ ആരും ഇല്ല. ബാലു, ഇതിപ്പോ എന്ത് പറഞ്ഞാണ് അവൻ വിളിക്കണത്? ഇത് അവളുടെ മോഹം അറിയല. അവന് പൈസയ്ക്ക് വല്ല അത്യാവശ്യം കാണും, അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കണതിൻ്റെ ചൊറിച്ചിലായിരിക്കും അവന്. അവൻ നമുക്കെതിരെ കേസ് കൊടുത്തല്ല പോലീസിൽ. അതൊന്നും ശരിയായില്ല. എന്തോ ദുരുദ്ദേശം ഉണ്ട് കേട്ടോ അവന്. പാന്നത്തേണ്ടി. അച്ഛാ വണ്ടി വന്നു, നമുക്ക് പോവാൻ വേഗം. ആ നീ അവളെ വിളി. റൊമാൻഡി വിളിച്ചിട്ട് പോവാ. തടസ്സാവോ നീ? ഇങ്ങനെ ഉണ്ടടാ കെട്ടിയവന്മാര്, വൃത്തികെട്ടവന്മാര്. അവള് വരണില്ലെന്ന്. വീട്ടിൽ പോവാന്ന്. എന്ത് എന്തിന്? നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. അയാളോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവെന്നും പറഞ്ഞ് കരയുക. തൂങ്ങിച്ചാവുന്ന അവനെ ഞാൻ ചെന്നാൽ അവനെ ഞാൻ തൂക്കി കൊല്ലത്തോടാ. ഇനിയിപ്പോൾ ഞാൻ വന്നാൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്തൊരു കഷ്ടം വെച്ചത്. നീ ചൊറിഞ്ഞു കളക്കാതെ അധികം. ഞാൻ പോവാ. ആന്റി പോവാണോ? അതെ മോനെ. ആ പൊയ്ക്കോ. നിങ്ങൾക്ക് മാത്രമല്ലേ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൂ. നിങ്ങളെ മുതിർന്നവര്, ഞങ്ങളെ കുട്ടികൾ, നിങ്ങളെ പാവകള്. ആന്റി ഇപ്പം പോ, ഇല്ലെങ്കിൽ എനിക്കിപ്പം കലികേറി ഞാൻ വല്ല വിളിച്ച് പറഞ്ഞതേ. എന്തായാലും ആന്റി അവസാനം ഇവിടെ തന്നെ ഒക്കെ വരുമല്ലോ. ആന്റി പൊയ്ക്കോ. ഇപ്പൊ എനിക്ക് ആന്റിയുടെ ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ട്. ഞാൻ പോവാ ചേച്ചി. പോ. പോയാണ്ടി രമ പോയി, എല്ലാം കൂടെ പൊക്കി വെച്ചല്ല അവളെ. ഇനി നമുക്ക് പോവാം ടൂറിന്. അതെങ്ങനാ? നമ്മൾ അവിടെ പോകുമ്പോൾ രമേന്റെയുടെ ഓർമ്മയില്ലായിരിക്കുമോ? രമേന്റെയുടെ ഭർത്താവ് ആന്റിയെ വല്ല അടിച്ചോ തൊഴിച്ചോ കൊമ്മോ? പ്രാന്തോട് പിടിക്കണം. രമ കുമ്മ മനുഷ്യരെ കരപ്പിക്കാൻ വന്നോളൂ. ചെന്ന് പിടിച്ച് കെട്ട്. അവളെ മേലാൽ ഇങ്ങോട്ട് അടുപ്പിക്കില്ലേ പറഞ്ഞു. എന്തോ ഇപ്പൊ കാണിച്ചത്? എനിക്കുണ്ട് ദേഷ്യം. ബാലു, ബാലു, അയ്യേ എന്തിനൊക്കെ അറിയണേ? ആരറിയണ്? എന്തിനു അറിയണേ? നീ നോക്കാൻ ഈ കരച്ചിൽ വരും കേട്ടോ. എന്താ ബാലു ഇത് കൊച്ചുകുട്ടികളെ പോലെ? കൊച്ചുകുട്ടികൾക്ക് മാത്രമേ വിഷമം വരുള്ളൂ, വലിയവർക്ക് വരൂലേ? എത്ര നാളുകൊണ്ട് വിചാരിക്കണം ഒരു ടൂർ പോകണമെന്ന്, നടക്കണേ ഇല്ല. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മുടങ്ങും. എന്തൊരു കഷ്ടം ദൈവം ഇത് ആലോചിച്ച് നോക്ക്. എനിക്കില്ല ആഗ്രഹങ്ങള്. അയ്യേ അച്ഛൻ കരയുന്നേ. എന്താന്ന് അച്ഛാ?
പോട്ടെ അറിയണ്ട. ഈ ജമ്മത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേടാ അച്ഛൻ കരയാണ്. എന്തിനാ കരയുന്നത്? എന്ത് പറ്റി? ടൂറ് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം. നമുക്കില്ലാത്ത സങ്കടം പച്ചിന്. അച്ഛാ ഞാനെ പിടിച്ച് വലിച്ച് നീട്ടി കൊളാക്കണ്ട. പോയടാ പോടാ 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 പോടാ. ഒറ്റ